നമസ്കാരം. ഞാൻ ഇന്നലെ നമ്മുടെ ഫിഫ മഞ്ചേരിയുടെ സലാം ഗോൾ കീപ്പർ സലാമിൻ്റെ ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാരെ അയച്ചു തന്നു. എന്താ പറയുക, ഭയങ്കര ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം രാത്രി 11-12 മണി വരെ കളിച്ച് കുളിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് രാവിലെ വീണ്ടും മീൻ മാർക്കറ്റിലേക്ക് പണിക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഒരു കുടുംബം, ഇത് എല്ലാ ഫുട്ബോളേഴ്സിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മളൊരു പ്രൊഫഷണലിൽ കളിക്കുക, നമ്മൾ ഈ സെവൻസും ഇതും കളിച്ചിട്ട് ഇപ്പോൾ സലാമിൻ്റെ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ. ഞാനിപ്പോൾ നീ കോച്ചിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഇതേപോലെ എന്തെങ്കിലും പണി ചെയ്ത് ഞാൻ കട്ട വീക്കാനും പോളിഷിങ്ങിനൊക്കെ പോയിരുന്ന ഒരാളാണ്. ഇത് നമുക്കൊരു ഓപ്ഷൻ പടച്ചോ ഇത് തന്നുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ നിൽക്കണു. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ജോലി ഇല്ലാതെ നമ്മൾ ഈ കളിച്ച് മാത്രം നടന്നിട്ട് നമ്മളെ ലൈഫ് അങ്ങനെ പോയി. വീഡിയോ കണ്ടപ്പോൾ ഏതാണ്ട് ഞാൻ മാത്രമല്ല, സലാമ് മാത്രമല്ല, സലാമിനും ഞാനും പോലെ ഒരുപാട് ഇതേപോലെ ഫുട്ബോൾ കളിച്ചവർ ഇന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ചുമട്ട് തൊഴിലാളികളായിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ നാടിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്കൊരു ഓപ്ഷൻ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം സലാമൊക്കെ നല്ല ഗോൾ കീപ്പറായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. ഭയങ്കര വിഷമമായി. കാരണം ഞാൻ സലാമിലൂടെ കണ്ടത് എന്നും കൂടിയാണ്. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഭയങ്കര വിഷമമായി. കാരണം രാത്രി കളിച്ച് ഒരു കളി കഴിഞ്ഞ് രാവിലെ വീണ്ടും മാർക്കറ്റിൽ പോവുക, വീണ്ടും രാത്രി കളിക്കാൻ പോവുക. ഒരു കുടുംബം എന്താ പറയുക കൊണ്ടുപോകാനുള്ള നമ്മളെ ഓരോ മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. പക്ഷെ നമ്മൾ ഇത്ര കാലം കളിച്ച് നടന്നു. നമ്മളൊരു 10-25 വയസ്സ് വരെ കളിച്ച് നടക്കും. കളിച്ച് നടന്ന പിന്നെ നമുക്കൊരു ഓപ്ഷനില്ല, നമുക്കൊരു ജോബ് അറിയില്ല, നമുക്കൊരു പണി അറിയില്ല. കുറേ ആളുകൾ ഗൾഫിൽ പോകണം, അവിടെ നിൽക്കണം. പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു തൊഴിലറിയില്ല. ഒരുപാട് ആളുകൾ തൊഴിൽ അറിയുന്ന ആൾക്കാർ, നമ്മളൊരു തൊഴിലറിയില്ല. ഈ 25 വയസ്സ് പിന്നെ എന്ത് തൊഴിൽ പോകാനാണ് 25 വയസ്സ് കഴിഞ്ഞിട്ട്? ഒരു പ്ലംബിങ്ങിന് വയറിങ്ങൊക്കെ പോയിട്ട് എന്ന് പഠിക്കാനാണ്? ഇത് ഓരോരുത്തരുടെ അവസ്ഥയാണ്. അപ്പം നമ്മൾ വീഡിയോ ഇതേപോലെ ഓട്ടോറിക്ഷ ഓടിക്കണു, ചുമട്ട് തൊഴിലാളിയായി വേണം. ഭയങ്കര വിഷമമായി. കാരണം നമ്മളൊക്കെ അവസ്ഥ അതാണ്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഫുട്ബോളേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ആവണം എന്നുള്ള ഒരു എന്താ പറയുക ആഗ്രഹം എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, സലാമിന് പാവം ഒരുപാട് ആളുകൾക്ക് അതേപോലെ ഒരുപാട് സലാമുകളുണ്ട്, ഒരുപാട് ഇന്ന പോലത്തെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും രക്ഷപ്പെടട്ടെ, അല്ലാതെ എന്താ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.